ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അല്ലുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലുവിൻ്റെ പിറന്നാളാണ് എന്നുള്ളത്. അപ്പോൾ നാളാണ് കേട്ടോ, ഡേറ്റ് വരുന്നത് മാർച്ച് 10-നാണ്. അപ്പോൾ നാളാണ് കേട്ടോ, അതായത് കുംഭത്തിലെ ചിത്തിരയാണ് അല്ലു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അല്ലുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ പിറന്നാളായാലും നമുക്ക് അമ്പലത്തിൽ പോവാന്നുള്ളത് മസ്റ്റാണല്ലോ. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ചേച്ചിയും പോരുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ പോരാൻ പറ്റൂല, അമ്മയ്ക്ക് പേലയാണ്. അപ്പോൾ അതുകൊണ്ട് പോന്നിട്ടില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോണത്. കുഞ്ഞാപ്പുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ വിളക്ക് പറമ്പ് അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ വഴിപാടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഷ്പാഞ്ജലിയാണ് എല്ലാവരുടെ പേരിലും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലുവിൻ്റെ പേരിൽ മാത്രം ഇന്ന് അവൻ്റെ പിറന്നാളാണല്ലോ, അപ്പോൾ അവൻ്റെ പേരിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ പായസം വീട്ടിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അമ്പലത്തിൽ നിന്ന് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷീട്ടൊക്കെ ഉള്ളിൽ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ അല്ല് നല്ല കുട്ടിയായിട്ട് തൊഴാനൊക്കെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഷർട്ട് ഊരില്ലാന്ന് മാത്രം, ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഷർട്ട് ഊരി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അവനെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിർബന്ധിച്ചില്ല കേട്ടോ. അങ്ങനെ തൊഴുതോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചേച്ചിക്ക് നെയ്വിളക്കൊക്കെ കഴിപ്പിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കുറേ ചില്ലറ പൈസ ഒക്കെ കയ്യിൽ പിടിച്ചിട്ടാട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അത് ഓരോ ഭണ്ഡാരത്തിൽ ഇട്ടതിൽ തന്നെ വീണ്ടും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഓടി നടന്നുകൊണ്ടാട്ടോ തൊഴുന്നതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ അതാണ് കേട്ടോ ലോകവിറ്റ്. അത് ഇന്നിൻ്റെ പിറന്നാളാണ്. അവൻ്റെ ഭാഷയിലാട്ടോ പറയണത്, ഞാൻ പറഞ്ഞ പോലെ അല്ല. എൻ്റെ പിറന്നാളാണ്, കേക്ക് കഴിക്കാൻ കഴിയണേ, അങ്ങനെയാണ് തല്ല് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ തിരുമേനി വരെ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ പായസം ഇപ്പോൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പായസത്തിന് ഇങ്ങനെ തിരക്ക് കൂട്ടിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളോട് വയലൻ്റ് ആയിട്ടോ. പായസം പൂജ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഏതായാലും പറഞ്ഞ് സോപ്പിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പായസം കിട്ടി. പായസം കിട്ടി വെക്കുമ്പോൾ പിന്നെ ആടുതോമയായിട്ട്, അതായത് മുണ്ടൊക്കെ വലിച്ച് ഊരി എറിഞ്ഞിട്ട് പിന്നെ ഫ്രീ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കായിരുന്നു. പിന്നെ ഫുള്ള് കഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല മധുരമായപ്പോൾ പെട്ടെന്ന് മതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കേട്ടോ. ഇത് പിന്നെ അല്ലുവിൻ്റെ പേരിൽ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്ന പായസമാണ് കേട്ടോ. പിന്നെ ചേച്ചി പുണ്യാഹം വാങ്ങാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അബിയും തെയ്യും കൂടെ നേരെ കളപ്പാറ അങ്കലവാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് അല്ലുവിന് ഈ മാസം കൂടെ അമൃതം പൊടി കിട്ടുള്ളൂ, 3 വയസ്സായല്ലോ. അപ്പോൾ 10-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അല്ലുവിന് അമൃതം പൊടി കിട്ടൂല കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് അവർ പോയിട്ട് അത് വാങ്ങി പോന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ ചെറിയ മാങ്ങ ഉണ്ടല്ലോ, അതൊക്കെ പെറുക്കി, പഞ്ചാര മാങ്ങ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പെറുക്കി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പിലിടാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ സദ്യയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കിച്ചണിൽ ഓരോ പണീൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ആളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ടാണ് തോന്നുന്നു, പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ എനിക്കെന്തോ പാവം തോന്നും കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് സമയം അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോയി. ഇന്ന് കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ, കുറേയൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും സാമ്പാറും അവിയലും ഉപ്പേരി അങ്ങനെ 2-3 വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിട്ട പണിയിലിരുന്നിട്ട് അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചാർജ് ആവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ, അതായത് മുളക് കേട്ടോ, കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കിയിരുന്നു കേട്ടോ. പറിക്കണം കുറേ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ തൈര് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൈര് വാങ്ങിയിട്ട് മുളക് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വൈകി പോയത്. അപ്പോൾ ഇന്ന് ഏതായാലും അത് കയ്യോടെ തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്ന പോലെയല്ല, നല്ല എരിവുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാകുന്ന മുളകിന് എരിവ് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഒക്കെ കൂടെ പറിച്ചിട്ട് തൈരിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പച്ചക്കറികളൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അവിയലിനും ഉപ്പേരിക്കും സാമ്പാറിനും ഒക്കെ ഉള്ളത്.
അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തണുപ്പൊന്ന് വിടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് കേട്ടോ ഇവിടെ ഈ പച്ചമുളക് പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോഴേക്കും തന്നെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഉച്ചയൊന്നും ആയിട്ടില്ല, പക്ഷേ ഇപ്പോൾ രാവിലെ തന്നെ തുടങ്ങുമല്ലോ നല്ല വെയിൽ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊരു മൈഗ്രെയിൻ്റെ ആ ഒരു സുക്കേട് വന്ന് തുടങ്ങുന്നുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് വെയിൽ തട്ടുമ്പോഴേക്കും ഇങ്ങനെ തലവേദന തുടങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ അതൊന്നും നോക്കിയില്ല, ഇന്ന് കയ്യോടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇന്ന് അലുവിൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ അവൻ്റെ ഡേറ്റിൻ്റെ അന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ നല്ലമ്മേൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ട്. അവിടെ നാത്തൂനെ കൂട്ടിക്കൊണ്ടുപോവാണ് നാളെ. അപ്പോൾ നല്ലമ്മ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ, വല്യമ്മയാണ് ശരിക്കും. പക്ഷേ ഞങ്ങൾ കുഞ്ഞിലെ ഞാനിട്ട പേരാണ് കേട്ടോ. അപ്പോൾ നല്ലമ്മ നല്ലമ്മ എന്ന് പറഞ്ഞ് ശീലമായിട്ട് അങ്ങനെ വിളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ മാമൻ്റെ മക്കൾ വരെ ഇപ്പോൾ നല്ലമ്മ എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് അവിടേക്ക് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേക്കിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പച്ചക്കറി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, അവിയൽ, പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കയ്പ്പ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെന്താ അത്രയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് അല്ലുവിന് ഫസ്റ്റ് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാക്കലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് പിന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഉണ്ടായിരുന്നു കേട്ടോ, ഇലയിൽ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലുവിന് ഇലയൊക്കെ ഇട്ട്, ഇല സത്യം പറഞ്ഞാൽ ആ ഒരു വെപ്രാളത്തിൽ തല തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ അല്ലു ഭയങ്കര ചീച്ചിലായിരുന്നു, വരുന്നതല്ല. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സോപ്പിട്ട് ഫോണൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് തരാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ വാരി കൊടുത്തതായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതും വീഡിയോയിൽ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു തിരക്കായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഷടപടേന്ന് പറഞ്ഞുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.